ബാറക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഹരവും നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് നാം ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യശുശ്രൂഷ കാലത്തിൽ ചെയ്ത ചില പ്രവൃത്തികൾ, ചില അത്ഭുത പ്രവൃത്തികൾ നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കും. അതുകൊണ്ട് നമുക്ക് ഇന്ന് കർത്താവായ യേശുക്രിസ്തു ചെയ്ത വലിയൊരു അത്ഭുതം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും നമുക്ക് ഒരുങ്ങാം. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യശുശ്രൂഷ ജീവിതത്തിൽ ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിയാണ് വെള്ളത്തിന് മുകളിലൂടെ യേശു നടന്ന ഒരു സംഭവം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണത്. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മളത് കാണുന്നത്. കർത്താവായ യേശുക്രിസ്തു 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച് 5000-ഓളം വരുന്ന പുരുഷാരത്തിനും അതോടൊപ്പം തന്നെ അവരോടൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമായി അത് പങ്കുവെച്ചു കൊടുത്ത് എല്ലാവരും തിന്ന് തൃപ്തരായതിനു ശേഷം ജനക്കൂട്ടത്തെ പറഞ്ഞയച്ചിട്ട് യേശു ചെയ്തൊരു പ്രവൃത്തിയാണ് ആ വാക്യത്തിൽ ആരംഭത്തിൽ നാം കാണുന്നത്. അവിടെ വചനം ഇങ്ങനെയാണ് അരുളി ചെയ്യുന്നത്: ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അതായത് പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുക. തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ യേശു ഒരു ദൗത്യം ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതുപോലെ ചില ദൗത്യങ്ങൾ ദൈവം നമ്മളെ ഏൽപ്പിക്കും, ചില ഉത്തരവാദിത്തങ്ങൾ നമ്മളെ ഏൽപ്പിക്കും. ഒരുപക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തുള്ള യാത്രയായിരിക്കും നമ്മുടെ ജീവിതത്തിലെ യാത്ര. ഇവിടെ യേശു ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്ന ദൗത്യം ഇതാണ്: എനിക്ക് മുമ്പായി നിങ്ങൾ അക്കരയ്ക്ക് പോവുക. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതുപോലെ പല ഉത്തരവാദിത്തങ്ങൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കുടുംബജീവൻ നയിക്കുന്ന വ്യക്തിക്ക് ഒരപ്പൻ എന്നുള്ള ഉത്തരവാദിത്തം, ഒരമ്മയെന്നുള്ള ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ഒരു മകൻ എന്നുള്ള ഉത്തരവാദിത്തം, ഒരു സഹോദരൻ, സഹോദരി, ഒരു അധ്യാപകൻ, ഒരു ഡോക്ടർ, എഞ്ചിനീയർ, അല്ലെങ്കിൽ ഏതൊരു മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ദൈവം നൽകിയൊരു ഉത്തരവാദിത്തമാണ്. ഇവിടെ ചില ഉത്തരവാദിത്തങ്ങൾ ദൈവം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ അവിടെ ആ ഉത്തരവാദിത്തം നമ്മൾ ഏത് മനോഭാവത്തോടെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നാം ചിന്തിക്കുന്നത്. ഇവിടെ യേശു അവരെ ഏൽപ്പിക്കുന്ന ഉത്തരവ് എനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുക. അവർ അത് അനുസരിക്കാൻ തയ്യാറായി. അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ 23-ാമത്തെ വാക്യത്തിൽ കർത്താവ് അതിനെ എങ്ങനെയാണ് പറയുന്നത്: അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ അവൻ ഏകനായി അവിടെ ഇരുന്നു. അപ്പോൾ ശിഷ്യന്മാരെ പറഞ്ഞയച്ചിട്ട് യേശു മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. തനിയെ മലയിൽ കയറിപ്പോയി വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരെ അക്കരയ്ക്ക് വിട്ടിട്ട് മലയിൽ കയറി പ്രാർത്ഥിക്കുകയും വൈകുന്നേരമായപ്പോൾ ഏകനായി ഒറ്റയ്ക്കിരിക്കുകയും ചെയ്യുകയാണ്. യേശു ഇങ്ങനെ ഏകാന്തത്തിലിരിക്കുമ്പോൾ ഒരു കാഴ്ച കാണുകയാണ്. ഇതാ പടക് കരവിട്ട് പല നാഴിക ദൂരത്തായി. ആ സമയത്ത് യേശു കാണുന്നൊരു കാഴ്ചയാണ്: കാറ്റ് പ്രതികൂലമായതുകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. ഈ തിരകൾ ഏറി വന്നപ്പോൾ ശിഷ്യന്മാർക്കാകെ പരിഭ്രമമായി. അവർ ഈ തിരമാലയെ കാറ്റിന് ജയിക്കാൻ വേണ്ടി അവർ ആഞ്ഞു തുഴയാൻ തുടങ്ങി. ഇതേ ഭാഗം തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 48-ാം വാക്യത്തിൽ പരിശോധിക്കുമ്പോൾ അവിടെ കാറ്റിനെയും കടലിനെയും പ്രതികൂലമായി കണ്ട് അവർ വിഷമിക്കുന്ന കണ്ട് യേശു അവരുടെ അരികിൽ ചെല്ലുന്നതായിട്ടാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണാൻ സാധിക്കും. ഇവിടെ ഈ പടകു കരവിട്ട് പല നാഴിക ദൂരത്തായി, കാറ്റ് പ്രതികൂലമായതുകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. ഇവരിങ്ങനെ തണ്ടുവലിച്ച് വേദന അനുഭവിക്കുന്നത്, ഈ പ്രതികൂലങ്ങളെ ജയിക്കാൻ കഴിയാതെ അസ്വസ്ഥ അനുഭവിക്കുന്നത് കണ്ടുകൊണ്ട് യേശു അവരുടെ അരികിലേക്ക് ചെല്ലുന്നതായിട്ടാണ് അടുത്ത വചനത്തിൽ നാം കാണുന്നത്.
രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലുമേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. ഇവിടെ കർത്താവായ യേശുക്രിസ്തു അവരെ ഏൽപ്പിച്ച ദൗത്യത്തിൽ അവർ പരാജയപ്പെടുന്നു, അല്ലെങ്കിൽ അവർ വേദന അനുഭവിക്കുന്നു, അവർ ത്യാഗം അനുഭവിക്കുന്നത് കണ്ട യേശു അവരുടെ പ്രതിസന്ധിയെ കണ്ടുകൊണ്ട് യേശു അവരുടെ പിന്നാലെ യാത്ര ചെയ്യുകയാണ്. നാം ഇന്ന് തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. ദൈവം നമ്മളെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ യേശു അവൻ നമ്മളെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് ഉപേക്ഷിച്ച് മാറിക്കളയുന്ന ദൈവമല്ല. നമ്മളൊരു ദൗത്യം അവൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിന്നാലെ അവൻ നമ്മുടെ പിന്നാലെ ഉണ്ട് എന്നുള്ളൊരു സത്യം തിരിച്ചറിയണം. ഒരുപക്ഷെ നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവായ യേശുക്രിസ്തു നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ ജീവിതയാത്രയിൽ, ഈ ക്രിസ്തീയ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു കുടുംബപരമായ ജീവിതത്തിൽ, ഔദ്യോഗികമായ ജീവിതത്തിൽ നാം ചെയ്യുന്ന യാത്രയിൽ ഒരുപക്ഷെ പ്രതിസന്ധി ഉണ്ടാകാം, പ്രതികൂലങ്ങളുണ്ടാകാം, ഒരുപക്ഷെ നാം തന്നെ മടുത്തു പോകുന്നൊരവസരം ഉണ്ടാകാം. എന്നാൽ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. നമ്മുടെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നമ്മുടെ ചാരത്ത് വന്ന് നമ്മളെ സഹായിക്കുന്ന, നമ്മുടെ പ്രതികൂലങ്ങളിൽ നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ശിഷ്യന്മാരെ അവൻ പറഞ്ഞയച്ചിട്ട് ഒറ്റയ്ക്ക് മലമുകളിൽ ഇരിക്കുക മാത്രം ചല്ല ചെയ്തത്. തൻ്റെ ശിഷ്യന്മാർ പ്രതികൂലങ്ങളിൽ പെട്ട് വേദന അനുഭവിക്കുന്നത്, അസ്വസ്ഥ അനുഭവിക്കുന്നത് കണ്ട് യേശു 4-ാം യാമത്തിൽ അവരുടെ അരികിലെത്തുകയാണ്. എങ്ങനെയാണ് യേശു അവരുടെ അരികിൽ എത്തുന്നതെന്ന് നമ്മൾ പരിശോധിക്കുക. അവൻ കടലിന് മീതെ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അത് ഒരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഇതാ അവരുടെ പ്രതികൂലം ഏറുകയാണ്. അതായത് ഒന്ന് കാറ്റ് പ്രതികൂലമായി, തിര വളരെ ശക്തിയായി ഇവരെ അസ്വസ്ഥപ്പെടുത്തുന്നു. ഇവർക്ക് എത്ര ശ്രമിച്ചിട്ടും ഈ തിരയെ ജയിക്കാൻ, ഈ കാറ്റിനെ ജയിക്കാൻ, കടലിനെ ജയിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെ മരണത്തിൻ്റെ വക്കിൽ നിൽക്കുമ്പോൾ ഒരു കാഴ്ച കാണുകയാണ്. ഇതാ കടലിലൂടെ ഒരു ഭൂതം നടന്നു വരുന്നു. അവരുടെ ജീവിതത്തിൽ ശാരീരികമായും മാനസികമായും തകർന്ന ഒരനുഭവം. ശാരീരികമായി തകർന്നു എന്ന് പറഞ്ഞാൽ അവരെത്ര ശ്രമിച്ചിട്ടും അവർക്ക് അവരുടെ പ്രതിസന്ധികൾ ജയിക്കാൻ സാധിക്കുന്നില്ല. ശാരീരികമായിട്ട് അവർക്ക് ജയിക്കാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ മാനസികമായി തകർന്നു. അവരുടെ മനസ്സിൽ അവർ നോക്കുമ്പോൾ ഒരു ഭൂതത്തെ കാണുകയാണ്. മനസ്സ് ഭയം കൊണ്ട് നിറഞ്ഞു. മാനസികമായി ശാരീരികമായി തകർന്ന ഒരനുഭവമാണ് ഇപ്പോൾ ശിഷ്യന്മാരിൽ കാണുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, ഒരുപക്ഷെ ദൈവത്തെ ദൈവമായി പോലും കാണാൻ കഴിയാതെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അസ്വസ്ഥപ്പെടുന്ന ഒരു മാനസിക വിഭ്രാന്തി, മാനസിക അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഇതേ അവസ്ഥയിലാണ് ശിഷ്യന്മാർ. ഇതേ അവസ്ഥയിൽ ജീവിക്കുന്ന അനേകം വ്യക്തി ജീവിതങ്ങൾ ഇപ്പോൾ ഈ സ്വരം കേൾക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഏറി വരുമ്പോൾ, പ്രശ്നങ്ങൾ ഏറി വരുമ്പോൾ കൺമുന്നിൽ നിൽക്കുന്ന ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാത്ത അനുഭവം. അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശ്രദ്ധ മുഴുവൻ പ്രതിസന്ധികളിലേക്കാണ്, പ്രശ്നങ്ങളിലേക്കാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ നിനക്ക് ജയിക്കാൻ കഴിയാത്തൊരു പ്രതിസന്ധി, അത് പക്ഷേ രോഗമായിക്കൊള്ളട്ടെ, ശാരീരികമായ തകർച്ചയായിക്കൊള്ളട്ടെ, സാമ്പത്തികമായ തകർച്ചയായിക്കൊള്ളട്ടെ, ജീവിതത്തിൽ ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാതെ നിരാശയും ദുഃഖവും വേദനയും അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിക്കൊള്ളട്ടെ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ തൻ്റെ പ്രതിസന്ധി എത്ര വലുതാണോ അത്രമാത്രം ആ വ്യക്തിയുടെ ശ്രദ്ധ പ്രതിസന്ധിയിലേക്കായിരിക്കും. പ്രശ്നങ്ങൾ കൂടി വരുമ്പോൾ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ കൂടി വരും. ആ സമയത്ത് ഒരുപക്ഷെ നിന്റെ കൺമുന്നിൽ നിൽക്കുന്ന ദൈവത്തെ ദൈവമായി കാണാനോ, ആ നിന്നെ രക്ഷിക്കാൻ നിന്റെ ചാര നിൽക്കുന്ന ആ ദൈവത്തെ ദൈവമായി തിരിച്ചറിയാനോ സാധിക്കാതെ ശാരീരികമായി മാനസികമായി ഒരു വിഭ്രാന്തി അനുഭവിക്കുന്ന ഒരു അനുഭവം. ഇതേ അനുഭവത്തിലാണ് ശിഷ്യന്മാർ ഇപ്പോൾ ആയിരിക്കുന്നത്. തൻ്റെ മുന്നിൽ നിൽക്കുന്ന രക്ഷകനായ ദൈവത്തെ കണ്ടിട്ട് അവർ ഭൂതമായിട്ടാണ് അവരുടെ മനസ്സിൽ അത് കാണുന്നത്, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത്. അവർ ഭയപ്പെട്ട് പരിഭ്രമിച്ച് നിൽക്കുകയാണ്. അവർ പേടിച്ച് നിലവിളിക്കുന്നതായിട്ട് കർത്താവിന്റെ വചനം പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതുപോലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഏറി വരുന്ന ചില പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ആ സമയത്ത് നമ്മൾ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ചാരത്ത് നിൽക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ ആ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇവിടെ കർത്താവായ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുക. ഇവിടെ ശിഷ്യന്മാരുടെ അവസ്ഥ നമുക്ക് മനസ്സിലായി. അവർ മാനസികമായി ശാരീരികമായി തകർന്ന് ഭയപ്പെട്ട് നിലവിളിക്കുന്ന ഒരനുഭവത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്.
ഇതേ അനുഭവത്തിലായിരിക്കുന്ന ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ അതിനെ എങ്ങനെ ജയിക്കാൻ സാധിക്കുമെന്ന് ഇവിടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുകയാണ്. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാൻ ആകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ഇതാ ഭയത്തിൻ്റെ മധ്യത്തിൽ നിലവിളിക്കുന്ന ശിഷ്യന്മാരുടെ യേശു പറയുകയാണ്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് അവൻ അവരോട് പറയുകയാണ്. ഇതാ യേശുവിൻ്റെ സ്വരം കേട്ട നിമിഷം തന്നെ ശിഷ്യന്മാർ ധൈര്യപ്പെട്ടു, അവരുടെ ഭയം മാറി. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു അനുഭവമാണ്, പ്രതിസന്ധി എത്ര വലുതായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ മാനസികമായി ശാരീരികമായി തകർന്ന് പ്രതിസന്ധിയുടെ അങ്ങേ അറ്റത്ത് നമ്മൾ ജീവിതം തീർന്നു, ഇനി രക്ഷയില്ല എന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങളിലായിരിക്കാം ദൈവം നിന്നോട് സംസാരിക്കുന്നത്. ധൈര്യമായിരിക്കുക, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് ദൈവം അരുളി ചെയ്യുമ്പോൾ ഈ ദൈവസ്വരം കേൾക്കാനും ഈ ദൈവസ്വരം കേട്ട് അതിൽ വിശ്വസിക്കാനും നമുക്ക് സാധിച്ചാൽ അവിടെ സകല പ്രശ്നത്തിന് പരിഹാരമായി. ഇന്ന് പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ബലഹീനത എന്ന് പറയുന്നത്, നമ്മുടെ പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ ദൈവസ്വരം കേൾക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ദൈവസ്വരം കേട്ടാൽ പോലും ദൈവമാണ് തന്നോട് സംസാരിക്കുന്നുള്ള തിരിച്ചറിവ് ഒരുപക്ഷെ അതിന് പ്രാപിക്കാത്തത് കൊണ്ട്, ആ തിരിച്ചറിവ് ലഭിക്കാത്തത് കൊണ്ട് ഇന്ന് പലപ്പോഴും പലരും വേദന കൊണ്ട് അസ്വസ്ഥപ്പെടുകയും. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും നമ്മുടെ കൂടെ ദൈവമുണ്ട് എന്നൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മളൊരു ദൗത്യം ഏൽപ്പിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി നേരിട്ടാൽ, അവിടെ ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നമ്മെ കാണുന്ന, നമ്മെ അറിയുന്ന, നമ്മുടെ പ്രതിസന്ധിയിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു യേശു ഉണ്ടെന്നുള്ളൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ഈ ഇളകിമറിയുന്ന കാറ്റിൻ്റെയും കടലിൻ്റെയും മധ്യത്തിൽ ശാരീരികമായി മാനസികമായി തകർന്ന നിമിഷങ്ങളിൽ അവർ യേശുവിൻ്റെ സ്വരം കേട്ടു, ദൈവസ്വരം കേട്ടു. അവർക്ക് സമാധാനമുണ്ടായി, ഒരു ശാന്തതയുണ്ടായി. ഇവിടെ യേശുവാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. ശിമോൻ പത്രോസിൻ്റെ ഒരു ആഗ്രഹമാണ് വെളിപ്പെടുത്തുന്നത്. കർത്താവേ, നീയാണെങ്കിൽ. യേശു വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുന്നത് ഇത് ശിഷ്യന്മാർ കണ്ണുകൊണ്ട് കാണുക. അതായത് ഇവരെന്തിനെയാണോ ഭയപ്പെട്ടത് അതിൻ്റെ മുകളിലൂടെ യേശു നടക്കുക. നമ്മളൊരു സത്യം തിരിച്ചറിയണം. ഇന്ന് നിൻ്റെ പ്രതിസന്ധി എന്താ, പ്രശ്നങ്ങൾ എന്താ, ആ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, ആ പ്രശ്നങ്ങളുടെ മേൽ നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് നിൻ്റെ കൺമുന്നിൽ കാണാൻ സാധിക്കുന്നത്. ഒരു രോഗമായിക്കൊള്ളട്ടെ, ആ രോഗത്തിൻ്റെ മേൽ ജയം നൽകുന്ന ദൈവം. എത്ര വലിയ തകർച്ചയായിക്കോട്ടെ, തകർച്ച മേൽ ജയം നൽകുന്ന ദൈവം. എത്ര വലിയ പരാജയമായിക്കൊള്ളട്ടെ, ആ പരാജയത്തിൻ്റെ മേൽ ജയം നൽകുന്ന ദൈവത്തെയാണ് നിൻ്റെ കൺമുന്നിൽ നിനക്ക് കാണാൻ സാധിക്കേണ്ടത്. ഇവിടെ ഇവരെന്തിനെയാണോ ഭയപ്പെട്ടത്, അവർ ഭയപ്പെട്ട വെള്ളത്തിൻ്റെ മുകളിൽ, ആ തിരയുടെ മുകളിൽ ഇതാ യേശു നിൽക്കുന്നു. ഇപ്പോൾ ഇവർ നോക്കുമ്പോൾ ഇവർ ഭയപ്പെട്ട ഈ പ്രശ്നങ്ങൾ യേശുവിൻ്റെ കാൽ കീഴിലാണ്. കർത്താവിൻ്റെ വചനം പറയുന്നു, എല്ലാ മുഴങ്കാലും അവൻ്റെ നാമത്തിൻ്റെ മുന്നിൽ മടങ്ങും. ഈ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. നീ എന്തിനെയാണോ ഭയപ്പെടുന്നത്, ആ ഭയപ്പെടുന്ന നാമം യേശുവിൻ്റെ പാദപീഠത്തിൽ കീഴടങ്ങും, മുട്ടുമടങ്ങും. ഇവിടെ നമ്മൾ ഭയപ്പെടുന്നത് എന്തിനെയാണ്? ചില രോഗങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയമാണ്. ക്യാൻസർ, ട്യൂമർ, എയ്ഡ്സ്, ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഭയമാണ്. എന്നാൽ തിരിച്ചറിയുക, എല്ലാ നാമങ്ങളും യേശുവിൻ്റെ നാമത്തിൻ്റെ മുന്നിൽ മുട്ടുമടങ്ങും, യേശുവിൻ്റെ നാമത്തിൻ്റെ മുന്നിൽ കീഴടങ്ങും. ഇവിടെ ഇവർ എന്തിനെയാണോ ഭയപ്പെട്ടത്, ഇവർ ഏത് പ്രതിസന്ധിയാണോ ഭയപ്പെട്ടത്, ഇത് ആ പ്രതിസന്ധി, ആ പ്രശ്നം ഇപ്പോൾ യേശുവിൻ്റെ കാൽ കീഴിലാണ്. നമ്മൾ തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലമായി നിൽക്കുന്ന സകല പ്രതിസന്ധികളും യേശുവിൻ്റെ കാൽ ചുവട്ടിൽ അത് ഇല്ലാതായി തീരുമെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ഈ യേശു വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന കണ്ടപ്പോൾ പത്രോസ് പറയുകയാണ്, ശിമോൻ പത്രോസ് എന്ന മുഖ്യൻ പറയുകയാണ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ യേശു പറയുകയാണ്, വരിക എന്നവൻ പറഞ്ഞു. വരിക എന്ന് യേശു പത്രോസിനോട് പറയുകയാണ്. അതായത് നീ എന്തിനെയാണോ ഭയപ്പെട്ടത് അത് യേശുവിൻ്റെ കാൽച്ചുവട്ടിലാക്കി വെച്ചിരിക്കുക. അത് നിന്റെ കാൽച്ചുവട്ടിലാക്കി തീർക്കുവാൻ ദൈവം നിനക്ക് അതിനുള്ള ശക്തി ദൈവം നൽകുകയാണ്. വചനം പറയുന്നു, ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യത്തിൽ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ശക്തിയെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുകയാണ്.
അതായത് നീ എന്തിനെയാണോ ഭയപ്പെടുന്നത്, നിന്നെ ഭരിക്കുന്ന ശക്തി ഏതാണോ ആ ശക്തിയെ നിന്റെ കാൽ കീഴിലാക്കുവാൻ ദൈവം നിനക്ക് അധികാരം നൽകിയിരിക്കുക. ഇത്രയും നേരം പത്രോസും ഈ ശിഷ്യന്മാരും ഭയപ്പെട്ടത് ഈ വെള്ളത്തെയാണെങ്കിൽ, ഈ തിരയാണെങ്കിൽ, തിരമാലയാണെങ്കിൽ, ഇപ്പോൾ അതിൻ്റെ മുകളിലൂടെ അതിനെ ചവിട്ടി നടക്കുവാൻ യേശു പത്രോസിനെ വിളിക്കുക. ഇവിടെ നാം തിരിച്ചറിയേണ്ടത്, നാം ഏത് പ്രതിസന്ധിയെയാണോ ഭയപ്പെടുന്നത്, ഏത് പ്രശ്നത്തെയാണോ ഭയപ്പെടുന്നത്, അതിനെ ചവിട്ടി മെതിക്കുവാൻ, അതിൻ്റെ മേൽ ചവിട്ടി നടക്കുവാൻ ദൈവം നിനക്ക് അധികാരം നൽകിയ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ശക്തിയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അത് അധികാരം തന്നിരിക്കുന്ന യേശു ക്രിസ്തു കൽപ്പിക്കുക. വീണ്ടും റോമലേഖനം 16-19 വാക്കിൽ പറയുന്നു, സമാധാനത്തിന് ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ തകർത്ത് കളയും. നീ എന്തിനെയാണോ ഭയപ്പെടുന്നത്, ആ ഭയപ്പെടുന്നതിൻ്റെ കാൽ കീഴിൽ തകർത്ത് കളയുവാൻ ദൈവം നിനക്ക് അധികാരം നൽകിയിരിക്കുക, നിനക്ക് വിളി നൽകിയിരിക്കുക. ഇവിടെ ഈ സമയം വരെ എന്തിനെയാണോ ഈ ശിഷ്യന്മാർ ഭയപ്പെട്ടത്, അതിൻ്റെ മുകളിലൂടെ നടക്കുവാൻ യേശു അവരെ വിളിക്കുക. വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മീത് നടന്നു. ഇപ്പോൾ പത്രോസ് എവിടെയാണ്? താൻ എന്തിനെയാണോ ഭയപ്പെട്ടത് അതിൻ്റെ മുകളിലൂടെ ഈ പത്രോസ് നടക്കുക. യേശു നടക്കുന്നു എന്ന് പറയുന്നത് യേശു ദൈവമായത് കൊണ്ടായിരിക്കാം എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇതാ ഒരു സാധാരണ മനുഷ്യൻ വെള്ളത്തിന് മുകളിലൂടെ നടക്കുക. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിനേക്കാൾ വലിയവ ചെയ്യും. ഇതാ യേശു ചെയ്ത അതേ അത്ഭുതം യേശു വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നുവെങ്കിൽ ഒരു സാധാരണ മനുഷ്യന് അസാധ്യമായ ഒരു കാര്യമാണ് ചലിക്കുന്ന വെള്ളത്തിൻ്റെ മുകളിലൂടെ ഒരു വ്യക്തിക്ക് നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു അസാധാരണ സംഭവമാണ്. ഒരു സാധാരണ വ്യക്തിക്ക് അസാധ്യമായ ഒരു കാര്യമാണ് ചലിക്കുന്ന വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ. യേശു നടക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു ദൈവമാണെന്ന് നമുക്ക് വിശ്വസിക്കാം. യേശു ദൈവമായതുകൊണ്ടായിരിക്കാം അങ്ങനെ നടന്നത് എന്ന് നമുക്ക് പറയാം. എന്നാൽ ഇതാ യേശുവിൻ്റെ ശിഷ്യൻ, വെറും സാധാരണക്കാരനായ ഒരു മുഖവനായ ശിമയോൻ പത്രോസ് ഇതാ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുക. അതിൻ്റെ കാരണം യേശു അവനോട് കൽപ്പിച്ചു, വരിക. ഇതാ ദൈവത്തിൻ്റെ വചനം നീ കേട്ടാൽ, അത് വിശ്വസിച്ചാൽ, അത് അനുസരിച്ചാൽ യേശു ചെയ്തതിനേക്കാൾ വലിയവ ചെയ്യുവാൻ യേശു നമുക്ക് അധികാരം നൽകിയിരിക്കുക. അതുകൊണ്ട് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമുണ്ട്, ദൈവം നമുക്ക് നൽകിയിരുന്ന അധികാരം എത്ര വലുതാണ്. നാം എന്തിനെയാണോ ഭയപ്പെടുന്നത് അതിൻ്റെ മേൽ ചവിട്ടി നടക്കുവാൻ, അതിൻ്റെ മേൽ ജയം പ്രാപിക്കുവാൻ ദൈവം നമുക്ക് അധികാരം നൽകിയിരിക്കുക. ഇനി ഒരിക്കലും നമ്മളെ ഭയപ്പെടുത്തുന്ന, നമ്മളെ പ്രതികൂലമാക്കുന്ന, പ്രതിസന്ധിയിലാക്കുന്ന ഒരു സംഭവത്തെയും ഓർത്ത് ഭയപ്പെടരുത്. കാരണം അതിൻ്റെ മേൽ ചവിട്ടി നടക്കുവാനുള്ള അധികാരം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. ഇവിടെ അവൻ ഈ യേശു നടന്ന പോലെ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുകയാണ്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയാം, എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ചു മുങ്ങി തുടങ്ങുകയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് അവൻ നിലവിളിച്ചു. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. ഇവിടെ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. ഇവൻ വിശ്വാസത്താൽ യേശുവിൻ്റെ സ്വരം കേട്ട് ദൈവവചനത്തിൽ വിശ്വസിച്ച്, യേശുവിൽ വിശ്വസിച്ച് അവൻ യേശു നടന്ന അതേപോലെ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുന്ന സമയം അവൻ ഭയപ്പെട്ടു. എന്തിനാണ് അവൻ ഭയപ്പെട്ടത്? കാറ്റിനെ ഭയപ്പെട്ടു. അതുവരെയും യേശുവിൻ്റെ മുഖത്ത് നോക്കി ദൈവത്തിൻ്റെ സ്വരം കേട്ടുകൊണ്ട് നടന്ന ശിമയോൻ പത്രോസ് അല്പം കഴിഞ്ഞപ്പോൾ അവൻ്റെ ശ്രദ്ധ മാറി. യേശുവിൻ്റെ മുഖത്ത് അവൻ കണ്ണെടുത്തു. യേശുവിൻ്റെ സ്വരം അവൻ മറന്നു. അവൻ കാറ്റിലേക്ക് തിരിഞ്ഞു. ഇന്നും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ എന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നു. അതായത് നീ നിൽക്കുന്ന ദൈവത്തിൻ്റെ കൃപയാലാണ്. ദൈവത്തിൻ്റെ സ്വരം കേട്ട് ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ച് ദൈവത്താൽ നയിക്കപ്പെടുന്നൊരു വ്യക്തിയാണ് നീയെങ്കിൽ നീ വീണു പോകാതിരിക്കാൻ നീ നിന്നെ തന്നെ സൂക്ഷിക്കണം. അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അവൻ്റെ വാക്കിനെ അനുസരിച്ച് അവനോടൊപ്പം നടക്കേണ്ട നിന്റെ ശ്രദ്ധ മാറിയാൽ, നിന്റെ മുഖം യേശുവിൽ നിന്ന് മാറിയാൽ, അവൻ്റെ വിളി നീ മറന്നാൽ നിന്റെ ജീവിതത്തിൽ നീ നിൽക്കുന്ന അവസ്ഥയിൽ തീർന്നു പോകും, താണുപോകുമെന്ന് ഇവിടെ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. ഇവിടെ പത്രോസിൻ്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. പത്രോസ് അല്പസമയം കഴിഞ്ഞപ്പോൾ അവൻ്റെ ശ്രദ്ധ മാറി. യേശുവിലുള്ള അവൻ്റെ ശ്രദ്ധ മാറി. അവൻ അവൻ കടലിലേക്ക് നോക്കാൻ തുടങ്ങി. അവൻ കാറ്റിനെ കണ്ട് ഭയപ്പെട്ടു എന്ന വചനം പറയുന്നത്. അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങി. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം മുങ്ങിത്താഴാൻ കാരണം ഒരുപക്ഷെ രോഗമോ കഷ്ടതയോ ദാരിദ്ര്യമോ വേദനയോ എന്തു പരാജയമായിക്കൊള്ളട്ടെ, അതിൻ്റെ ഒരു കാരണം, നമ്മുടെ ജീവിതത്തിൽ നാം മുങ്ങിത്താഴുന്ന ഒരു അനുഭവം ഉണ്ടാകാൻ ഒരു കാരണം ഇതാണ്.
നീ യേശുവിൽ നിന്നുള്ള ശ്രദ്ധ മാറി, യേശുവിൻ്റെ വിളി മറന്നു, യേശുവിൻ്റെ സ്വരം നീ കേട്ടത് മറന്നു, നീ യേശുവിൻ്റെ അനുസരിക്കുന്ന ദൈവത്തെ അനുസരിക്കുന്ന ആ സ്വഭാവത്തിൽ നിന്ന് മാറി പ്രപഞ്ചത്തെ അനുസരിക്കാൻ, അതിലേക്ക് ശ്രദ്ധിക്കാൻ നീ തുടങ്ങി. ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് നിൻ്റെ ശ്രദ്ധ തിരിയുമ്പോൾ നീ വീണുപോകുമെന്നുള്ളൊരു സത്യം തിരിച്ചറിയണം. ഇവിടെ ശിമോൻ പത്രോസ് ഭയപ്പെട്ട് അവൻ മുങ്ങുവാൻ തുടങ്ങി. ആ നിമിഷം, അവൻ മുങ്ങുന്ന നിമിഷം അവൻ ഉറക്കെ വിളിക്കുകയാണ്, കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്നവൻ നിലവിളിച്ചു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിൻ്റെ മുന്നിലാണ് നാം നിൽക്കുന്നതെങ്കിലും ഒരുപക്ഷെ വീണു പോകാം. യേശുവിൻ്റെ അരികിലാണ് നാം നിൽക്കുന്നതെങ്കിലും നാം വീണു പോകാം. വീഴുമ്പോൾ നാം ചെയ്യേണ്ട ഒരു പ്രവൃത്തി ഇവിടെ കർത്താവിനെ വചനം പഠിപ്പിക്കുകയാണ്. അവൻ മുങ്ങുന്ന സമയം അവൻ ഉറക്കെ വിളിച്ചു, യേശുവേ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്നവൻ ഉറക്കെ വിളിച്ചു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപക്ഷെ നാം വീണു പോകുന്ന അവസ്ഥയിൽ നമുക്ക് യേശുവിനെ കണ്ടുകൊണ്ട് വിളിക്കാൻ സാധിക്കണം, യേശുവേ എന്നെ രക്ഷിക്കണമേ. നിന്റെ മുങ്ങിത്താഴുന്ന ഏത് അവസ്ഥയിലാണെങ്കിലും നീ വിളിക്കുന്ന സ്വരത്തിൻ്റെ മുന്നിൽ യേശു നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. ഇവിടെ ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചു. ഉടനെ അവൻ കൈനീട്ടി യേശു അവനെ പിടിച്ചു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം തിരിച്ചൊരു സത്യമാണ്, നമ്മുടെ പ്രതിസന്ധിയിൽ നാം മുങ്ങിത്താഴുമ്പോൾ നമുക്ക് വിളിക്കുവാനുള്ള ഒരേ ഒരു നാമം യേശുവിൻ്റെ നാമമാണ്. ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമം ഇല്ല. അതുകൊണ്ട് യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഏവനും രക്ഷയുണ്ട് എന്നൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. മുങ്ങിത്താഴുമ്പോഴും നാം വിളിക്കണം, യേശുവേ എന്നോട് കരുണയായിരിക്കണമേ. യേശുവിനെ ആരെല്ലാം വിളിച്ചിട്ടുണ്ടോ, യേശുവിൻ്റെ നാമത്തെ ആരെല്ലാം വിളിച്ചിട്ടുണ്ടോ, യേശുവിനെ വേദനയോടെ കണ്ണുനീരോടെ ആരെല്ലാം വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, നിലവിളിച്ചിട്ടുണ്ടോ, അവരുടെ മുന്നിൽ യേശു കരം നീട്ടി അവരെ രക്ഷിച്ചിട്ടുണ്ട്. ഇതുവരെയും നിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ, മുങ്ങിത്താഴുന്ന അവസ്ഥയിൽ ഉറക്കെ വിളി, യേശുവേ എൻ്റെ രോഗത്തിൽ നിന്ന്, എൻ്റെ കഷ്ടത്തിൽ നിന്ന്, എൻ്റെ കണ്ണുനീരിൽ നിന്ന്, എൻ്റെ വേദനയിൽ നിന്ന്, എൻ്റെ പരാജയത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ മതിയായ ഒരേ ഒരു ദൈവം കർത്താവ് യേശു ക്രിസ്തുവാണെന്നുള്ള സത്യം തിരിച്ചറിയുന്നുവെങ്കിൽ നിന്നെ രക്ഷിക്കാൻ യേശു നിൻ്റെ ചാരത്ത് നിൻ്റെ അരികത്തുണ്ട്. അവനൊന്ന് കൈ നീട്ടിയാൽ നിന്നെ തൊടാം, നിന്നെ രക്ഷിക്കാൻ അവന് സാധിക്കും. അതുകൊണ്ട് നീ വിളിക്കുക യേശുവിനെ. ഇവിടെ ശിമോൻ പത്രോസ് വിളിച്ചപ്പോൾ യേശു അവൻ്റെ കരത്തിൽ പിടിച്ചു. എന്നിട്ട് യേശു പറയുന്നൊരു വാക്കുണ്ട്, അല്പവിശ്വാസിയെ നീ എന്തിനെ സംശയിച്ചു. ഇവിടെ രണ്ട് കാരണങ്ങളാണ് അവൻ്റെ ജീവിതത്തിൽ പരാജയത്തിന് കാരണമായത്. ഒന്ന്, അവൻ സംശയിച്ചു. സംശയം അവൻ്റെ വിശ്വാസത്തിനെതിരായി മാറി. അതുകൊണ്ട് അവൻ അല്പവിശ്വാസിയായി മാറി. ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ തകർച്ചയെന്ന് പറയുന്നത് അവൻ്റെ സംശയമാണ്. നമ്മുടെ ജീവിതത്തിൽ സംശയം നമ്മുടെ ഹൃദയത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് പരാജയമാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ സംശയമാണ് വിശ്വാസത്തിനെതിരായി നിൽക്കുന്നത്. ഇന്ന് സംശയമുണ്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും പറയും, എനിക്കൊരു സംശയമില്ല, ഞാനൊരു വിശ്വാസിയാണെന്ന് പറയും. എന്നാൽ നമ്മൾ പറയുന്ന പല വാക്കുകളും സംശയത്തിൻ്റെ വാക്കുകളാണ്. സംശയത്തിൻ്റെ രണ്ട് വാക്കുകൾ ഞാൻ പറയാം. ഒന്ന്, നിങ്ങളെപ്പോഴെങ്കിലും പക്ഷേ എന്നൊരു വാക്ക് പറയാറുണ്ടോ? യേശു എനിക്ക് സൗഖ്യം നൽകുമെന്നറിയാം, പക്ഷേ. ഈ പക്ഷേ എന്നൊരു വാക്ക് സംശയത്തിൻ്റെ വാക്കാണ്. ഈ സംശയത്തിൻ്റെ വാക്ക് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധ്യമല്ല. ചിലരുടെ വാക്കുകൾ പറയുമ്പോൾ അവർ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും, എന്നാലും എന്നൊരു വാക്ക് പറയും. എന്നാലും എന്നൊരു വാക്ക് പറയുന്നത് സംശയത്തിൻ്റെ വാക്കാണ്. എന്നാലും അടുത്ത പരീക്ഷയിൽ ഞാൻ ജയിക്കുമെന്ന് എനിക്കറിയാം, എന്നാലും ഒരു പേടി. ഈ എന്നാലും എന്നൊരു വാക്ക് പറയുന്നത് സംശയത്തിൻ്റെ വാക്കാണ്. പക്ഷേ എന്നാലും എന്നൊരു വാക്ക് നമ്മൾ എപ്പോഴെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഉള്ളിൽ സംശയമുണ്ടെന്ന് യാതൊരു വ്യത്യാസമില്ല. അതുകൊണ്ട് തിരിച്ചറിയുക, നാം പറയുന്ന വാക്കുകൾ സംശയത്തിൻ്റെ വാക്കുകളാണെങ്കിൽ ഒരിക്കലും നമ്മളെ രക്ഷിക്കുവാൻ, നമ്മളെ ജീവിതത്തിൽ രക്ഷപ്പെടുത്തുവാൻ ദൈവത്തിന് സാധ്യമല്ല. കാരണം ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് ദൈവം പ്രവർത്തിക്കുന്നത്. യേശുവിൻ്റെ അരികിൽ വന്ന സകല വ്യക്തിയോട് യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ വിശ്വസിക്കുന്നോ? വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. ഇവിടെ ശിമോൻ പത്രോസ് എന്ന വ്യക്തി മുങ്ങിത്താഴാൻ, തൻ്റെ ജീവിതത്തിൽ അത്ഭുതം അനുഭവിച്ചുകൊണ്ടിരുന്ന, ദൈവത്തിൻ്റെ മഹത്വം അറിഞ്ഞ് അനുഭവിച്ച് നടന്നുകൊണ്ടിരുന്ന ഈ ശിമോൻ പത്രോസ് പെട്ടെന്ന് വീണു പോകാൻ, തൻ്റെ ജീവിതത്തിൽ താണുപോകാൻ കാരണം യേശു പറയുകയാണ്, അല്പവിശ്വാസി നീ എന്തിനെ സംശയിച്ചു? നിന്റെ സംശയം നിന്റെ വിശ്വാസത്തിനെതിരായി മാറി. ആ അല്പവിശ്വാസമാണ് നിന്റെ സകല തകർച്ചയുടെ മൂലകാരണം. ഇവിടെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ വിശ്വാസത്തിൻ്റെ തികവിൽ യേശുവിൻ്റെ മുഖം കണ്ടുകൊണ്ട്, യേശുവിനെ അനുസരിച്ച്, യേശുവിൻ്റെ പിന്നാലെ നാം യാത്ര ചെയ്യുന്നുവെങ്കിൽ ഏത് പ്രതിസന്ധിയെയും ഏത് പ്രശ്നങ്ങളെയും ജയിക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന് യേശു ക്രിസ്തു ഇവിടെ നമ്മളെ പഠിപ്പിക്കുക. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം
നമ്മൾ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, ആ ദൗത്യത്തിൽ നാം മുന്നേറണമെങ്കിൽ, നാം വിജയം പ്രാപിക്കണമെങ്കിൽ, ഇവിടെ കർത്താവ് പഠിപ്പിക്കുന്നത് നിൻ്റെ സംശയം എടുത്തു മാറ്റി നിൻ്റെ വിശ്വാസത്തിൻ്റെ തലത്തിൽ യേശുവിൻ്റെ മുഖം കണ്ടുകൊണ്ട് യേശുവിനെ പിൻചെല്ലുന്നുവെങ്കിൽ ഏത് പ്രതിസന്ധിയും നിനക്ക് ജയിക്കാൻ സാധിക്കും. നിൻ്റെ കൺമുന്നിൽ ഇളകി മറിയുന്ന കാറ്റിനെയും കടലിനെയും ചവിട്ടി നടക്കുവാൻ ദൈവം നിനക്ക് അധികാരം നൽകിയിരിക്കുക. നിൻ്റെ പ്രതിസന്ധി എത്ര വലുതായിക്കൊള്ളട്ടെ, പ്രശ്നങ്ങൾ എത്ര വലുതായിക്കൊള്ളട്ടെ, അതിൻ്റെ മേൽ ചവിട്ടി നടക്കുവാൻ യേശു നിന്നെ വിളിക്കുകയാണ്. ഈ നിമിഷം ഒന്ന് തീരുമാനമെടുക്കാമോ? എൻ്റെ ഹൃദയത്തിലെ വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ തികവിൽ ഞാൻ യേശുവിൻ്റെ മുഖം നോക്കി യേശുവിൻ്റെ വാക്കിനെ അനുസരിച്ച്, വചനമനുസരിച്ച് ഞാൻ യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുമെന്നൊരു തീരുമാനമെടുത്താൽ നിൻ്റെ ജീവിതത്തിൽ നിന്നെ തകർക്കുവാൻ ആർക്കും സാധ്യമല്ല. നമുക്കതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദി പറയുന്ന കർത്താവേ, അവിടുന്ന് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്ന സംഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കൊരു അത്ഭുതമായി കാണുവാനും പഠിക്കുവാനും സാധിച്ചു. എന്നാൽ കർത്താവേ, അതേ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, നന്ദി പറയുന്ന കർത്താവേ. ഞങ്ങളുടെ പ്രതിസന്ധികളുടെ മേൽ, പ്രശ്നങ്ങളുടെ മേൽ ചവിട്ടി നടക്കുവാൻ, അതിനെ ജയിക്കുവാൻ തക്കവണ്ണം കൃപ ഈ നിമിഷം ഞങ്ങളുടെ മേൽ നീ ചൊരിയുന്നതിനായി നന്ദി പറയുന്ന കർത്താവ്. ഞങ്ങൾ ഇന്ന് കേട്ട വചനപ്രകാരം വിശ്വാസത്തോടെ നിന്റെ മുഖത്തേക്ക് നോക്കി നിന്റെ വാക്കിനെ അനുസരിച്ച്, നിന്നെ അനുസരിച്ച് ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധി, പ്രതികൂലങ്ങളെ ചവിട്ടി നടക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് നൽകുന്ന കൃപയ്ക്കായി, അതിനുള്ള ശക്തിക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഈ സ്വരം കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ പരാജയം അനുഭവിക്കുന്ന, ജീവിതത്തിൽ തകർന്നു പോയ, രോഗത്തിൻ്റെ, ദാരിദ്ര്യത്തിൻ്റെ, കഷ്ടതയുടെ, വേദനയുടെ മധ്യത്തിൽ കർത്താവേ വിജയം പ്രാപിക്കാൻ കഴിയാതെ ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങളുടെ മേൽ ചവിട്ടി നടക്കുവാൻ, ജയം പ്രാപിക്കുവാൻ കർത്താവ് ഇന്ന് രാത്രി നീ കൃപ നൽകണം, ശക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള വിശ്വാസം ഞങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ ദൈവമാതാവിൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകലം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. Bye.